ഹലോ ഗായ്സ്. ഹായ് ഗായ്സ്. സോ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഒരു ക്ലിയറൻസ് വേൾഡ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കാണ്. ഇവിടുത്തെ ഒരു ഇഷ്ടം പോലെ സാധനങ്ങളാണ്. സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ഓഫ് തിങ്സ്. നമുക്ക് ഒരു സ്പെസിഫിക് സാധനം അവിടെ കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇഷ്ടംപോലെ സാധനങ്ങളാണ്. അപ്പോ ലൈക്ക് പില്ലോ കവേഴ്സ്, ക്യാപ്സ്, കോസ്മെറ്റിക്സ്, ചെയിന്, പിള്ളേരുടെ ക്യാപ്പുകള്, സ്പെക്സുകള്, പിള്ളേർക്ക് കളിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ. ബാഗ്സ് ഉണ്ട്, പിന്നെ കേർട്ടൻസ്, സോഫ കവേഴ്സ്, അങ്ങനെ എല്ലാം കിട്ടുന്ന ഒരു വെറൈറ്റി ഓഫ് തിങ്സ് കിട്ടുന്ന ഒരു. അത് നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാൻ പറ്റും എന്തെല്ലാം സാധനങ്ങൾ. ചിലപ്പോ നമ്മൾ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാവും ഓക്കെ ഇത് വേണ്ടതായിരുന്നല്ലോ എനിക്ക് തോന്നുന്നു. അതെടുക്കുമ്പോർക്കും ഇതെടുക്കുമ്പോർക്കും അതുപോലെ ഒരുപാട് വെറൈറ്റിയാണ് ഇഷ്ടം പോലെ. അതും വളരെ ചീപ്പ് റേറ്റില്, വളരെ ചീപ്പ് റേറ്റില് എവിടെ എനിക്കൊന്നും കിട്ടത്തില്ലെന്ന് തോന്നുന്നു. വളരെ ചീപ്പ് റേറ്റിലാണ്. എക്സാക്ട്ലി. ഓക്കെ, അപ്പോ ലെറ്റ് us go. നമ്മൾക്ക് പോയി എക്സ്പ്ലോർ ചെയ്യാം. ആ ഷോപ്പ് എല്ലാവരും പോയി വാങ്ങുകയും ചെയ്യണം. മാക്സിമം നമ്മൾ അവിടെ എന്തൊക്കെയുള്ളതെന്ന് കാണിക്കുന്നതായിരിക്കും. ഹലോ എവ്രിവൺ, ഗുഡ് ഈവനിങ്. സോ ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ക്ലിയറൻസ് വേൾഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് അറ്റ് എ ചീപ്പർ പ്രൈസ്. എന്തൊക്കെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളെന്ന് നമുക്ക് നോക്കാം. വരൂ ക്യാമറമാൻ വരൂ എന്ന് പറയും. അടുത്തേക്ക് നിൽക്കണം. സോ നമ്മൾ കയറിയപ്പോൾ ഇപ്പോൾ കാണുന്നത് കുറച്ച് ഈ 2-3 റാക്സിൽ സ്പെക്സ് ഉണ്ടായിരുന്നു അല്ലേ, പിന്നെ സ്വിമ്മിങ് ഗോഗിൾസ്, അങ്ങനത്തെയൊക്കെ. ഇതൊക്കെ 500 ബൈസയാന്നാണ് അവർ പറഞ്ഞത്. ഈ ഒരു 2 റാക്സിലിരിക്കുന്നതെല്ലാം 500 ബൈസയെന്ന് പറഞ്ഞ്. ഡിഫറെൻറ്റ് യുണീക്ക് ആയിട്ടുള്ള ഗ്ലാസ്സസ് ഉണ്ടായിരുന്നു ആക്ച്വലി. സൺഫ്ലവറിൻ്റെയും പിന്നെ സ്ക്വയർ ഷേപ്ഡും അങ്ങനത്തെയൊക്കെ. ജസ്റ്റ് ഒന്ന് വെച്ചൊക്കെ നോക്കി. ഭംഗിയുണ്ടോ ഗൈസ്? വെച്ചപ്പോൾ ഞാനും ഒന്നെടുത്തങ്ങ് വെച്ചു. ഓക്കെ, സോ ഇത് നല്ല രസമുണ്ടായിരുന്നു അല്ലേ? ഈ ഒരു സൺഫ്ലവർ പോലെ. സൺഫ്ലവർ തന്നെയാണോ? വൈറ്റ് കളറാണെന്ന് തോന്നുന്നു. പക്ഷെ എന്തെങ്കിലും പ്രോഗ്രാംസിനൊക്കെ ആക്ച്വലി യൂസ് ചെയ്യാൻ തോന്നുന്നു. കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. പിന്നൊക്കെ ഇതൊക്കെ 500 പൈസയേ ഉള്ളൂ, കുഴപ്പമില്ല, നല്ല സ്ട്രോങ് ആണ് സാധനം. പിന്നെ ഇതാ സ്വിമ്മിങ് ഗോഗിൾസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു റാക്കിലിരിക്കുന്നതൊക്കെ 500 പൈസയാണെന്നാണ് അവർ പറഞ്ഞത്. വാച്ചസ് ഉണ്ടായിരുന്നു അല്ലേ? വാച്ചസ് 500 പൈസയാണ് വരുന്നത്. വാച്ചസും ഇതും സ്പെക്സൊക്കെ 500 പൈസ വരുന്നത്. പിന്നെ അങ്ങോട്ട് കോസ്മെറ്റിക്സ് ആണ്. ഇപ്പോൾ കാണുന്നതെല്ലാം കോസ്മെറ്റിക്സ് ആണ്. 100 പൈസ. യെല്ലോ കളർ ഐലൈനർ ആയിരുന്നു അത് കാണുന്നത്. പിന്നെ കുറേ ലിപ്സ്റ്റിക്സ് ഉണ്ടായിരുന്നു, ലിപ് ലൈനേഴ്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ 100 പൈസയാണ്. എല്ലാം 100 പൈസയാണ് പറഞ്ഞത്. അതെന്തോ ഒരു ഓഫർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. 1-2 ദിവസത്തേക്കും കൂടി ഉണ്ട് തോന്നുന്നു. അല്ലെങ്കിലും കമ്പാരിറ്റീവ്ലി ഒരു ചീപ്പർ റേറ്റ് തന്നെയാണ് അവിടെ. പൈസയൊന്നുമില്ല. നമ്മളന്ന് പോയന്ന് അവർ ഈ ഒരു ഫസ്റ്റ് 2 റാക്സിൽ 500ഉം പിന്നെ അങ്ങോട്ടുള്ളതെല്ലാം 100ഉം ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വാക്സിൻ മെഷീനാണ്, മറ്റൊരു 500 പൈസയാണ്. വാക്സിൻ മെഷീൻ. പക്ഷെ നല്ലതല്ല, 500 വർത്ത് ആണ് ആക്ച്വലി. പിന്നെ ഇങ്ങനെ കുറേ മിസ്ലേനിയസ് ഐറ്റംസ് ആണ്. ചിലതൊന്നും എന്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവില്ല. പിന്നെ നമ്മൾ സ്റ്റാഫിനെ വിളിച്ച് ചോദിച്ചു എന്താണെന്നുള്ളത്. അപ്പം നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് എന്തിനു യൂസ് ചെയ്യണതാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ആക്ച്വലി അത് വാങ്ങിക്കാം അല്ലേ? എല്ലാം 100 പൈസ എന്ന് പറഞ്ഞപ്പോൾ അത് ഓഫർ ഉള്ളപ്പോഴാണ് 100 പൈസ പറഞ്ഞത്. ഈ ഓഫർ ഇല്ലാത്തപ്പോഴാണെങ്കിലും എനിക്ക് തോന്നുന്നു 200, 300, 400 എനിവേസ് അബവ് 500 ഒന്നും പോകാനുള്ള ചാൻസസ് ഇല്ല. അതെ, ഒന്നുമില്ല. അങ്ങനെ നമ്മളൊരു സ്ക്രബും കണ്ടു അല്ലേ? അങ്ങനത്തെ ഒരു സ്ക്രബ് 100 പൈസയ്ക്ക് ഒരു സ്ക്രബ് വരെ, എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബ് വരെ കണ്ടു. തല മസാജ് ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അതൊരു 100 പൈസയാണ്. പിന്നെ നമ്മളുടെ ഈ ഡ്രാമയ്ക്കൊക്കെ ഇടുന്ന ഹെയർ വിഗ്, ഇതും ഇങ്ങനെ പ്രോഗ്രാംസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വിഗ് ആണ്, അല്ലാതെ കാഷ്വൽ യൂസിനല്ല. ഇതിനും 100 പൈസ. എല്ലാം 100 പൈസ. ആക്ച്വലി ഇപ്പം പിള്ളേർക്കൊക്കെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് പ്ലേസ് ടു ഗോ അല്ലേ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ചീപ്പസ്റ്റ് റേറ്റിനാണ് കിട്ടുന്നത്. പിന്നെ ഇതുപോലത്തെ ക്യാപ്സ് തണുപ്പ് സമയത്ത് ഇഷ്ടം പോലെ മഫ്ലേഴ്സ് ഒക്കെ അതൊക്കെ നല്ല ഭംഗിയായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ബോസ്, പിന്നെ അങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാറ്റ്സ് അല്ലേ, മഫ്ലേഴ്സ്. പിന്നെ ഇതാ അത് വേറെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് ആക്ച്വലി മാച്ചിങ് ആയത്. പിന്നെ ഷൂസ് കിഡ്സിനുള്ള, അതെ എല്ലാം 100 പൈസ. കിഡ്സിനുള്ള ഷൂസ്, പിന്നെ കുറെ ജൂൾസ്, ബാഗ്സ് ഉണ്ടായിരുന്നു അല്ലേ? അത് സോക്സ് 100 പൈസ. സോക്സ് ഉണ്ട്. പിന്നെ ഇതാ ക്രിസ്മസ് വരികയാണ്. ക്രിസ്മസ് വരികയല്ലേ? ക്രിസ്മസ് ക്യാപ്പ്
പക്ഷെ ബിഗ് ടൈപ്പ് ഉണ്ടോന്ന് തോന്നുന്നു, അപ്പുറേ കിടപ്പുണ്ട്. പക്ഷെ ഇതെല്ലാം സ്മോളാണ്. ഇതെല്ലാം സ്മോളാണ്, നമ്മൾ ഇട്ട് നോക്കിയതൊക്കെ സ്മോളാണ്. പക്ഷേ ഇതും അത് ഈ സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ കുട്ടികൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറയുമല്ലോ. അപ്പോൾ ആക്ച്വലി ഇവിടെ പോയി വാങ്ങുന്നതാണ് കുറച്ച് ലാഭം. പിന്നെ കുറച്ച് ബേബി ബോയ്സും ഒക്കെ കണ്ടല്ലേ, ഒരു ബേബി ക്യാപ്സും. അതായത് ഫുള്ള് ഈ കുഞ്ഞു പിള്ളേർ കിഡ്സിന് ഈ തല ഇങ്ങനെ കവർ ചെയ്ത് വെക്കില്ലേ, നല്ല ഭംഗിയുള്ള അങ്ങനത്തെയൊക്കെ. കുഞ്ഞു പിള്ളേർക്ക് മാത്രമേ തനിക്കും കയറുണ്ടായിരുന്നു. അതും എല്ലാം കുറെ പിങ്ക് കളർ ജൂഡിന് മാച്ച് ആയിട്ടുള്ളത് കാണും ചെയ്തോടെ, ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ളത്. ഇത് നല്ലൊരു ഗ്ലൗസ് ആയിരുന്നു കേട്ടോ. ഇത് നല്ലൊരു തിക്ക് ആൻഡ് ക്വാളിറ്റി ഉള്ള ഒരു ഇതാണ്. ഇതും 100 പൈസയ്ക്ക് പറഞ്ഞപ്പോൾ ആക്ച്വലി വി വർ അസ്റ്റോണിഷ്. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി, ഈവൻ ഇത് നല്ലോരു ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റമാണ്. പിന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് എല്ലാം കുഷൻ കവേഴ്സ്, എല്ലാം 100 പൈസ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കവേഴ്സ്, വെറൈറ്റി ഡിസൈൻസും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതാണ് കുഷൻ കവേഴ്സ് അല്ലേ. കുഷൻ കവേഴ്സും ടേബിൾ മാറ്റ്സും, അത് ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആക്ച്വലി. എന്തൊക്കെ സാധനങ്ങൾ വേണോ എല്ലാം തന്നെ അവിടെ ഉണ്ട്. അതെ, അതും കൂടാണ്ട് യുണീക്ക് ഐറ്റംസ് ആണ്. നമ്മൾ അങ്ങനെ അധികം എവിടെയും കാണാത്ത ഐറ്റംസും പ്രിന്റ്സും അങ്ങനത്തെ ഇതെല്ലാം ടേബിളിലിടുന്ന മാറ്റാണ്. ഇതൊരു ഡിഫറെന്റ് ഷേപ്പ്. അതെ, പിന്നെ ഒരു സ്റ്റാറിന്റെ ഒക്കെ ഷേപ്പ് അല്ലേ, അത് നല്ല വെറൈറ്റിയാണ്. അപ്പോൾ അങ്ങനെ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആക്ച്വലി പോയി വാങ്ങാൻ പറ്റിയൊരു സ്ഥലം, അതും ചീപ്പസ്റ്റ് റേറ്റിൽ. പിന്നെ നമ്മൾ കുറച്ചും കൂടി നോക്കിയപ്പോൾ ഇവിടെയൊക്കെ ഇതൊക്കെ കുഷൻ കവേഴ്സ് ആണ്. അല്ലാണ്ടുള്ള ക്ലോത്ത്സും ഉണ്ട്, ഇങ്ങനെ കിച്ചൺ ടവൽസ് പോലത്തെയും അങ്ങനത്തെയൊക്കെ ക്ലോത്ത്സ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ കുറച്ചും കൂടിയും നമ്മൾ ഇത് കോമ്പൊക്കെ കണ്ടല്ലേ, ഹെയർ ബാൻഡ്സ്, കുട്ടികളുടെ ഹെയർ ബാൻഡ്. ഇത് കുട്ടികൾക്കാണ് മെയിൻലി കുറേ ഐറ്റംസ് ഉള്ളത്. കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അങ്ങനത്തെ ഐറ്റംസ് ആണ്. ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്, ടൈപ്പ് ഉള്ളത്. അതെ, പിന്നെ അവിടെ ഉള്ളതൊക്കെ ഷെയിൻ്റെ കോമ്പായിരുന്നു അല്ലേ, ബ്രഷ്, ഹെയർ ബ്രഷ് ആയിരുന്നു ആക്ച്വലി. അതും അത്യാവശ്യം സ്റ്റാൻഡേർഡ്. നമ്മളത് വാങ്ങും ചെയ്തു. നല്ല അത്യാവശ്യം നല്ലതാണ്. പിന്നെ വീട്ടിലെത്തി ഞാൻ യൂസ് ചെയ്തപ്പോഴും നല്ല തന്നെയായിരുന്നു. സോഫ്റ്റ് ആണ് ആക്ച്വലി. പിന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ചെയർ കവേഴ്സ് ആണ്. ചെയർസിലൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന ചെയർ കവേഴ്സ് ഇഷ്ടം പോലെ. അതൊക്കെ 100 പൈസ ഉള്ളൂ. ആൻഡ് ക്വാളിറ്റി ഈസ് ഓൾസോ ഗുഡ്. ഇലാസ്റ്റിക്കും എല്ലാം ഇൻടാക്റ്റ് ആണ്. പിന്നെ ഇത് സ്റ്റോക്കിൻസ് ആകുന്നു. അങ്ങനെ സ്റ്റോക്കിൻസ്, സോക്സ്, പിന്നെ നമ്മുടെ ഇത് കുറച്ച് ഹെയർ ബാൻഡ്സ് ഒക്കെ ആയിരുന്നു. കുറേ നല്ല കളക്ഷൻസ് ഉണ്ട്. ഗേൾസിനൊക്കെ പോയാൽ ഭയങ്കരമായിട്ട് ഇഷ്ടാവൂല്ലേ പല കളക്ഷൻസ് ഉള്ളത്. സോക്സ് അവരൊക്കെ ഫുള്ള് സോക്സ് ആണ്. നമ്മുടെ കയ്യിൽ സ്ലീവ്ലെസ്സിനൊക്കെ നമ്മൾ ഇടത്തില്ലേ ഹാൻഡ്, അതാണ്. അതുകൊണ്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് അവിടെ. അതെ, ഇത് നെറ്റ് ടൈപ്പ് ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. മാച്ച് ചെയ്ത് കറക്റ്റ് ആയിട്ട് ജൂഡിട്ട് നോക്കിയതൊക്കെ അങ്ങനെ. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ബെൽസ് ആണ്, ലേഡീസിന് പറ്റുന്ന ബെൽസ് ആണ്. ബിഗർ വൺസും ലോങ്ങർ വൺസും ഉണ്ട്, കിഡ്സിന് പറ്റിയതും ഉണ്ട് അവിടെ. അതും ഈ പറഞ്ഞ പോലെ ഓരോരോ പീസാണ്, യുണീക്ക് ആയിട്ടാണ്. അത് ഒരേപോലത്തെ കുറേ എണ്ണം വെച്ചിരിക്കില്ല ചെയ്തിരുന്നവർ. പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് ഒരു ഡെക്കോർ ഐറ്റം ആണ്. ഇത് എവിടെ യൂസ് ചെയ്യണമെന്ന് നമുക്ക് അത്ര മനസ്സിലായില്ല. ഡെക്കോ പീസാണെന്ന് പറഞ്ഞു. മേ ബി ഗാർഡനിലോ അല്ലെങ്കിൽ പ്ലാന്റ്സിലോ ഇൻഡോർ പോലെയൊക്കെ വെക്കാൻ എവിടെയെങ്കിലും ആയിരിക്കും. പിന്നെ കുറേ മൊബൈൽ കവേഴ്സ് ആയിരുന്നു, ഫോൺ കവേഴ്സ്. അത് അതെ, മിറർ വരെ ഉണ്ടായിരുന്നല്ലേ, മിറർ സീക്വൻസ്. പിന്നെ നിങ്ങൾ ഈ കാണുന്നത് ജുവൽസ് ആണ്. പറയാനില്ല, അടിപൊളി, നല്ല തിന്നായിട്ടുള്ള, നല്ല എന്താ പറയുക, സ്ലീക്ക് ആയിട്ടുള്ള. പിന്നെ മാലയും അല്ലെ, ചെയിൻസും, പിന്നെ ഇയറിങ്സ്, അതുപോലെ ബ്രേസ്ലെറ്റ്സ്, ആങ്ക്ലെറ്റ്സ്, റിങ്സ്, ഫിംഗർ റിങ്സ്, ഇതൊക്കെ. അപ്പൊ നമ്മൾ അത് വാങ്ങും ചെയ്തു. എല്ലാം നല്ല എലിഗന്റ് ലുക്കുമാണ്. പിന്നെയും നമ്മൾ കുറേ ചെയർ കവേഴ്സ് കണ്ടു, വേറെ കുറച്ച് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ്. അതായത് നമ്മുടെ ടയറൊന്നുമല്ല, ഇപ്പൊ കാണുന്നത് ചോക്ലേറ്റിന്റെ മോഡാണ് ഇത്, ചോക്ലേറ്റ് മേക്കിംഗ്. പിന്നെ അതെന്താന്ന് ആക്ച്വലി ഞങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷെ രസമായിരുന്നു ഇങ്ങനെ അതിൽ കളിക്കാൻ. കൊണ്ട് എന്താ സംഭവം ആക്ച്വലി നമുക്ക് മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക തന്നെ. പിന്നെ കണ്ടു കുറച്ച് ഹാർട്സ്, ഇതൊക്കെ ഡെക്കോർസിൽ വരണ നല്ല ക്യൂട്ട് ഹാർട്സ് ആയിരുന്നു. ഇതൊക്കെ മറ്റുള്ള വേറെ കടകളിൽ കിട്ടിയിട്ടില്ല, അഥവാ കിട്ടുവാണെങ്കിൽ നല്ല. അതെ, അതാണ് ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്ടമായത്. പല സാധനങ്ങളും കാണാത്ത കുറേ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റി. ക്യാൻഡിൽസ്,
ആർട്ടിഫിഷ്യൽ ക്യാൻഡിൽസ് ആണത്. പിന്നെ ഇതെന്തോ ഈ ഒരു മേക്കപ്പ് പോലെ തോന്നി. അതെ. പിന്നെ മെഷറിങ് കപ്സ് ആണ് ഇത്. ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വല്ല ടോയ്സ് ആണോ നമ്മൾ ചെറുപ്പത്തിൽ കളിക്കണ പോലെ. പിന്നെ നമ്മുടെ ബാഗ്സ്, ഇതാണ് ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള 1.5 റിയാലിനാണ് അവർ കൊടുക്കുന്നത്. ഷെയിൻ ബാഗ് എവിടെയും കിട്ടില്ല. ഇത് അത്യാവശ്യം നല്ല സ്പേസും ഉണ്ടായിരുന്നു. പിന്നെ സ്കൂൾ ആൻഡ് കോളേജ് ബാഗ്സ് പോലെ യൂസ് ചെയ്യാവുന്ന. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം, അത് ഞാൻ തിരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ സോഫ കവേഴ്സ്. സോഫ കവേഴ്സ് ഇവിടെ ഒരു ചെയറിനാണെങ്കിൽ ഒരു സീറ്റിനാണെങ്കിൽ 500/say, 2 സീറ്ററാണെങ്കിൽ 1 റിയാൽ, 3 സീറ്ററാണെങ്കിൽ 1.5, അങ്ങനെ കുറച്ച് ബാർഗനിങ് റേറ്റിന് നല്ല ക്വാളിറ്റി ഉള്ള ഞങ്ങൾ വാങ്ങി യൂസ് ചെയ്യുകയും ചെയ്തു. പിന്നെ കേർട്ടൻസ് ഉണ്ട്. കേർട്ടൻസ് ആണെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേർട്ടൻസ് ആണുള്ളത്. ഒരേപോലത്തെ അല്ലാണ്ട് അല്ലേ, മെറ്റീരിയൽ ഡിഫറൻസും അതൊക്കെ ബ്ലാക്ക് ഒക്കെ നല്ലൊരു ഡിഫറെൻറ്റ് മെറ്റീരിയൽ ആയിരുന്നു. പിന്നെ ഇതാണ് ഒരു ഫിംഗർ റിങ് ഔൾ. ഒരുപാട് ഇഷ്ടമായി എനിക്കിത്, അതുകൊണ്ട് ഞങ്ങൾ വാങ്ങുകയും ചെയ്തു. അതെ, ഇതിന് പക്ഷേ 500 ആയിരുന്നു. അത് ഒരു സൈഡിലെ റാക്കിൽ കുറച്ച് യുണീക്ക് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതപ്പം ഞങ്ങൾ കാണിച്ചു തരുന്നത്. ഇതെന്താണെന്നറിയാ സംഭവം, ഇതാണ് നമ്മുടെ കാതിലിടുന്നത്. എല്ലാവരും ഓർക്കത് എങ്ങനെയാണ് ഇടുന്നത്, പക്ഷേ നല്ല ഭംഗിയാണ് ഇട്ടാൽ. അതെ, ആദ്യം എനിക്ക് മനസ്സിലായില്ല. അതാ ലീഫ് ഭയങ്കര രസം. അത് ഇട്ട് കഴിയുമ്പോൾ ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല, പിന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കി എടുത്തത്. എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അതങ്ങനെ മേലിലും താഴെയായിട്ട് ഇടുന്ന സംഭവമാണത്. ഭയങ്കര രസമാണ് ഇതിട്ട് കഴിയുമ്പോൾ കാണാനായിട്ട്. കണ്ടോ, അത് കണ്ടോ, കുറച്ച് ബിഗ് ആയിട്ട്. അതാ പറഞ്ഞു, ഇതൊക്കെ ഓരോരോ പീസസേ അവിടെ ഉള്ളൂ. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത് അടുത്തൊരു ചെയിൻ വിത്ത് സ്റ്റോൺസ് അല്ലേ, സ്റ്റോൺ ആണ് ഫുള്ള്. നല്ല രസം, അത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഓരോരോ പീസസേ ഉള്ളൂ. ഇൻട്രസ്റ്റഡ് ആയവർക്ക് പെട്ടെന്ന് തന്നെ പോയി ഗ്രാബ് ചെയ്യാം. ഇഷ്ടംപോലെ ആൾക്കാർ ഇതുപോലത്തെ വാങ്ങിക്കാനൊക്കെ ആൾക്കാർ ഷോപ്പ് തിരഞ്ഞു നടക്കുന്നുണ്ട്, പക്ഷെ ആർക്കും അറിയത്തില്ല. അതെ, ഇങ്ങനത്തെ ഷോപ്പ് ഇത് എനിക്ക് തോന്നുന്നു ആരും കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങളൊക്കെ ഫസ്റ്റ് ടൈം കാണുന്നത്. നമ്മുടെ സ്നേക്ക് ആൻഡ് ലാഡറിന്റെ ഒക്കെ ഡയസ് കമ്മലിന്റെ ഫോമില്, അത് ഡിഫറെന്റ് കളേഴ്സ് ആണ്. ഒരു കാതിലിട്ടാൽ മതി, ഒരു കാതിലിട്ട് പോകാനുള്ള ഫാഷനബിൾ കൈൻഡ് ഓഫ് ഡയസ് ആണ് തോന്നുന്നു. നോക്കൂ, വൈറ്റ്, യെല്ലോ, റെഡ്. എങ്ങാനും പൊട്ടിപ്പോയാൽ നമുക്ക് പിന്നെ കളിക്കാൻ യൂസ് ചെയ്യാം. 2 in 1 യൂസ് ആവും. ഇത് ഭയങ്കര എനിക്ക് ഏറ്റവും ഫാസിനേറ്റിംഗ് ആയി തോന്നി. ഇത് ആരും കാണാനും എനിക്ക് ചാൻസ് ഇല്ല തോന്നുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം തന്നെ കാണുന്നത്. പിന്നെ അതാണ്, ഈ ഒരു റാക്കിൽ ഫുൾ യുണീക്ക് ഐറ്റംസ് ആയിരുന്നു, ചെയിൻസും. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് സിൽവർ കളർ ബെൽറ്റ് ആണ്, ഇങ്ങനെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പിലെ ബെൽറ്റ്. അതെ, ഈ ഡ്രസ്സിന്റെ മുകളിലായിട്ടുള്ളത്. അതെ. പിന്നെ നോക്കൂ, ഈ പെൻഡന്റും അതിന്റെ കൂടെ തന്നെ ഒരു റിങ്ങും, ഇതൊക്കെ ഞാൻ പറഞ്ഞ ഓരോരോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇതുപോലെ. പക്ഷെ ഈ ഷോപ്പിൽ ഇങ്ങനെ കയറിയപ്പോഴാണ് കാണാൻ എന്ത് രസം നോക്കി, ഗ്രീൻ കളർ പെൻഡന്റ്. അതെ അതെ. പിന്നെ എനിക്ക് തോന്നുന്നു കുറെ ലെറ്റേഴ്സ് എഴുതിയിട്ടുള്ള പെൻഡൻസ് ഉണ്ടായിരുന്നു അല്ലേ, കുറച്ച് ഇതാണ് ഒരു 6 അങ്ങനത്തെ കുറച്ച്. അതിപ്പോൾ ഈ ഒരു സ്പേസിൽ തന്നെയാണ് ആ ഔളിൻ്റെ മോതിരം നേരത്തെ കിട്ടിയത്. പിന്നെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പനി. ഇത് കുറച്ച് വേറൊരു ടൈപ്പ് ഓഫ് പെൻഡൻ്റ് ആണ്. ഇതൊക്കെ ഡിഫറെൻ്റ്. ഇതാണ് നമ്മുടെ ജൂഡ് വാങ്ങിയത്. ഒരൊറ്റ പീസ് ഉണ്ടായിരുന്നുള്ളൂ, അതങ്ങനെ വാങ്ങിച്ചു. അതൊക്കെ ഈ ഒരു റാക്കിലുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഓരോരോ പീസസ് അല്ലേ ഉള്ളൂ. അത് കാരണം അതിന് ചരട് കൂട്ടുള്ള ത്രെഡ് കൂട്ടുള്ള ഇപ്പോഴത്തെ മോഡൽ ബാൻഡ്സ് പോലെ അല്ലേ, നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ അങ്ങനത്തെ ബാൻഡ്സ്. പിന്നെ നമ്മൾ ഫൈനലി എൻട്രൻസിൻ്റെ അവിടെയൊക്കെ ആയിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യാറായപ്പോൾ ഇങ്ങനെ കണ്ടതാണ്, ഒരു കോർണറിൽ ഫുള്ള് ബർത്ത്ഡേയുടെ ഐറ്റംസ് വെച്ചെടുക്കുകയാണ്. ഇവൻറ്റ്സും സെലിബ്രേഷനൊക്കെ നമുക്ക് ബലൂൺസും പിന്നെ അങ്ങനത്തെ കുറേ ഡെക്കേഴ്സും ഒക്കെ വെച്ച ഒരു സ്പേസാണത്. അതും എല്ലാം 100 പൈസയാണെന്നാണ് അവർ പറഞ്ഞത്. അത് ഓഫറിൽ പോകുന്നതുകൊണ്ടായിരുന്നു അത് 100 പൈസ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് നാളെയും കൂടിയൊക്കെ 100 പൈസയിലായിരിക്കണം തോന്നുന്നു, ആയിരിക്കണം. ഇനി അങ്ങനെ അല്ലാണ്ട് പോയാൽ കൂടെ അവിടെ വലിയ എക്സ്പെൻസീവ് ഇല്ല. എന്തായാലും എല്ലാവരും പോവുക. അതെ അതെ, വിസിറ്റ് ചെയ്യുക. പിന്നെ അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. സ്റ്റാഫ് ഭയങ്കര ഗൈഡിങ് ആയിരുന്നു. هذا كل نفر ما شاء الله واقي يمكن 3 نفر 4 نفر في موجود منا. هي كلام واقي زين اوكي. كل نفر واقي زين ما شاء الله. ആക്ച്വലി ഞങ്ങളിങ്ങനെ പോയപ്പോൾ തന്നെ അവരും പിന്നെ ഹാപ്പിലി നമ്മളെ റിസീവ് ചെയ്തു. നമുക്ക് ആഡ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു തന്നു. അപ്പോൾ അവർക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സോ എന്തായാലും ഫൈനൽ റിക്വസ്റ്റ്, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.